TV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ നോക്കാം. ഇടതുപക്ഷ സർക്കാർ കർഷകരെ വഞ്ചിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നതെന്നും കാർഷിക മേഖലയെ തകർത്തെന്നും VM സുധീരൻ. വർഷം തോറും നടക്കുന്ന നെല്ല് സംഭരണത്തിന് ന്യായവില കൊടുക്കാൻ ഒരു സ്ഥിര സംവിധാനം ആവിഷ്കരിക്കാത്ത ഭരണകൂടം കർഷകരെ വഞ്ചിക്കുകയാണെന്നും മുൻ KPCC അധ്യക്ഷൻ. PSCയെ നോക്കുകുത്തികളാക്കി പിൻവാതിൽ നിയമനം നടത്തുന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ മുഖമുദ്രയെന്നും VM സുധീരൻ. വീണ്ടും വിവാദ പരാമർശമായി B ഗോപാലകൃഷ്ണൻ. ടിപ്പു സുൽത്താനെ നാടിന് ആവശ്യമില്ലെന്നും നിരവധി ഹിന്ദുക്കളെ കൊല്ലുകയും ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ചെയ്ത ആളാണ് ടിപ്പു സുൽത്താനെന്നും ഗോപാലകൃഷ്ണൻ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ മുൻനിർത്തി വലിയ വികസന പദ്ധതികളുമായി ഷൊർണൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസിന്റെ പ്രകടന പത്രിക. 111 മേഖലകളിൽ 50-ൽ-അധികം പദ്ധതികൾ പ്രകടന പത്രികയിൽ. CPM BJPയുടെ B ടീമാണെന്നും BJPയെയും CPMനെയും നിയന്ത്രിക്കുന്നത് മൂലധന ശക്തികളാണെന്നും AICC വക്താവ് സുപ്രിയ ഷീനട്ടെ. 10 വർഷമായി സംസ്ഥാനത്ത് നടക്കുന്നത് വികസന മുരടിപ്പാണെന്നും സുപ്രിയ. തൃശൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ നിന്നും രേഖകൾ ഇല്ലാത്ത 9 ലക്ഷം രൂപ പിടികൂടി. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡാണ് പണം പിടിച്ചെടുത്തത്. ബാങ്കിൽ അടക്കാനുള്ള തുകയാണെന്ന് വ്യാപാരികൾ. രേഖകൾ ഹാജരാക്കണമെന്ന് ഫ്ലൈയിംഗ് സ്ക്വാഡ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. സ്റ്റേഷനിൽ എത്തിയ ട്രെയിനിൽ നിന്നും 10 കിലോ 900 ഗ്രാം കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് പിടികൂടിയത് ഷൊർണൂർ റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സംഘവും RPFലെ CIB ടീമിന്റെ സംയുക്ത പരിശോധനയിലാണ്. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷ സർക്കാർ കർഷകരെ വഞ്ചിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നതെന്നും കാർഷിക മേഖലയെ തകർത്തെന്നും VM സുധീരൻ. വർഷം തോറും നടക്കുന്ന നെല്ല് സംഭരണത്തിന് ന്യായവില കൊടുക്കാൻ ഒരു സ്ഥിര സംവിധാനം ആവിഷ്കരിക്കാത്ത ഭരണകൂടം കർഷകരെ വഞ്ചിക്കുകയാണെന്നും മുൻ KPCC അധ്യക്ഷൻ. PSC നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനം നടത്തുന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ മുഖമുദ്രയെന്നും VM സുധീരൻ പറഞ്ഞു. ചിറ്റൂർ നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാർ കാർഷിക മേഖലയെ തകർത്തു. നെൽകർഷകർ സംഭരിച്ച നെല്ല് സർക്കാരിന് കൊടുത്താൽ അതിന് ന്യായമായ വില കിട്ടാത്ത അവസ്ഥയാണ്. എത്ര കർഷകരാണ് ആത്മഹത്യ ചെയ്തത്? വർഷം തോറും നടക്കുന്ന നെല്ല് സംഭരണത്തിന് ന്യായമായ വില കൊടുക്കാൻ ഒരു സ്ഥിരം സംവിധാനം ആവിഷ്കരിക്കാത്ത ഭരണകൂടം കർഷകരെ വഞ്ചിച്ചിരിക്കുകയാണ്. വ്യവസായ മേഖലയെ തകർത്തു. തൊഴിൽ മേഖല സ്തംഭിച്ചിരിക്കുകയാണ്. PSCയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനം നടത്തുന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ മുഖമുദ്രയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുപോലൊരു കാലം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദൈവത്തിന്റെ സ്വന്തം ആള് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നമ്മുടെ കേരളം കുറ്റവാളികളുടെ നാടായി മാറിയിരിക്കുന്നു. ക്രിമിനൽ സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. നല്ലേപ്പള്ളി മാട്ടുമന്തയിൽ നടന്ന പരിപാടിയിൽ ചിറ്റൂർ നിയോജകമണ്ഡലം UDF ചെയർമാൻ P രതീഷ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുമേഷ് അച്യുതൻ, AICC നിരീക്ഷകൻ HC യോഗേഷ്, DCC ജനറൽ സെക്രട്ടറി KS തനികാചലം, പട്ടാമ്പി നഗരസഭ വൈസ് ചെയർപേഴ്സൺ P സംഗീത, ചിറ്റൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സച്ചിദാനന്ദ ഗോപാലകൃഷ്ണൻ, നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് ഇൻചാർജ് R പങ്കജാക്ഷൻ, മാർക്സിസ്റ്റ് ജനാധിപത്യ. വീണ്ടും വിവാദ പരാമർശവുമായി ഗുരുവായൂർ മണ്ഡലം സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ. ടിപ്പു സുൽത്താനെ നാടിന് ആവശ്യമില്ലെന്നും നിരവധി ഹിന്ദുക്കളെ കൊല്ലുകയും ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ചെയ്ത ആളാണ് ടിപ്പു സുൽത്താൻ എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനെ മുൻനിർത്തി വലിയ വികസന പദ്ധതികളുമായി ഷൊർണൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസിന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. 111 മേഖലകൾക്കായി 50-ലധികം പദ്ധതികളാണ് പ്രകടന പത്രികയിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഉടുപ്പിയിൽ നിന്നുള്ള BJP നേതാവ് ഉദയകുമാർ ഷെട്ടി പത്രിക പ്രകാശന കർമ്മം നിർവഹിച്ചു. കുളപ്പുള്ളിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിലായിരുന്നു ശങ്കുട്ടിദാസിന്റെ പ്രകടന പത്രിക പ്രകാശന ചടങ്ങ്. പാലക്കാട് പാർലമെന്റ് മണ്ഡലം നിരീക്ഷകനും ഉടുപ്പിയിൽ നിന്നുള്ള BJP നേതാവുമായ ഉദയകുമാർ ഷെട്ടി പത്രിക പ്രകാശന കർമ്മം നിർവഹിച്ചു. മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ കേരളത്തെ കടക്കണിയിലെത്തിച്ചെന്ന് ഉദയകുമാർ ഷെട്ടി പറഞ്ഞു. अभी LDF ये कम्युनिस्ट पार्टी किधर भी नहीं, वेस्ट बंगाल में नहीं है और त्रिपुरा में थी, त्रिपुरा में नहीं. अभी बचा है केरल. इस बार केरल में भी LDF का पूरा पब्लिक विश्वास नहीं है. ये आशा है पूरा जगह में भारतीय जनता पार्टी किधर भी देश में हो, पूरा राज्य सपा पार्टी में हमारा सत्ता में है भारतीय जनता पार्टी. इस बार केरल में भी भारतीय जनता पार्टी का सत्ता में आएगा, इसका हमारा पूरा विश्वास है. वो
इधर का सोनपुर में हमारा अच्छा कैंडिडेट सोनजी था, बेस्ट कैंडिडेट, ये पार्टी से वो साथ काम कर रहे हैं, एडवोकेट भी है, वो पूरा जानता है तो हमारा मतागत में क्या है, क्या करना है. റെയിൽവേ സ്റ്റേഷനെ മുൻനിർത്തി വലിയ വികസന പദ്ധതികളുമായാണ് പത്രിക പുറത്തിറക്കിയിരിക്കുന്നത്. ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ ട്രയാങ്കുലർ സ്റ്റേഷനായി വികസിപ്പിക്കൽ, റെയിൽവേ മെഡിക്കൽ കോളേജ്, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സ്വാമി വിവേകാനന്ദൻ്റെ പേര് നൽകൽ, ചോറോട്ടൂർ, ത്രാങ്ങാലി, പള്ളം പ്രദേശങ്ങളിലേക്ക് റെയിൽവേയുമായി സഹകരിച്ച് അടിപ്പാത നിർമ്മിക്കൽ എന്നിവയാണ് പ്രധാന പദ്ധതികൾ. ഭാരതപ്പുഴ കുറ്റിപ്പുറം തീരദേശ റോഡ് സാക്ഷാത്കരിക്കൽ, മണ്ഡലത്തിലെ ജലക്ഷാമം പരിഹരിക്കാൻ ഭാരതപ്പുഴ, തൂതപ്പുഴ എന്നീ നദികളെ കേന്ദ്രീകരിച്ച് പുതിയ പദ്ധതികൾ 3 വർഷം കൊണ്ട് മണ്ഡലത്തിൽ മുഴുവൻ വീടില്ലാത്തവർക്കും വീട് ഉറപ്പുവരുത്തൽ, ചെറുപ്പളശ്ശേരിയിൽ ഒരു സർക്കാർ കോളേജ് ആരംഭിക്കൽ, പ്രാഥമിക സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിടത്തി ചികിത്സ ആരംഭിക്കൽ, ശുചിത്വ ഷൊർണൂർ പദ്ധതിയുടെ സ്വപ്ന സാക്ഷാത്കരണം, കേരളത്തിലെ മികച്ച ടൂറിസം മേഖലയായി ഷൊർണൂരിനെ ഉയർത്തൽ, ചളവറ കേന്ദ്രീകരിച്ച് നെല്ല് സംഭരണശാലയും അരിമില്ലും ആരംഭിക്കൽ, കുളപ്പുള്ളി കേന്ദ്രീകരിച്ച് വ്യവസായ പാർക്ക് ആരംഭിക്കൽ, സ്ത്രീ സുരക്ഷ ഉറപ്പാക്കൽ എന്നിവയാണ് പ്രകടന പത്രികയിൽ ഊന്നൽ നൽകിയ പ്രധാന പദ്ധതികൾ. 11 മേഖലകൾക്കായി 50-ലധികം പദ്ധതികളാണ് പ്രകാശന പത്രികയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ 3 പ്രധാനപ്പെട്ട അടിത്തറകളിൽ ചവിട്ടി നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഈ ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പിയുടെ പ്രചരണ സംവിധാനം മുഴുവൻ പ്രവർത്തിക്കുന്നത്. വികസിത കേരളം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു വാഗ്ദാനമോ അല്ലെങ്കിൽ കേവലം ഒരു ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്താവനയോ മാത്രമല്ല, അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രതിബദ്ധതയാണ്. ഭാരതത്തിലെ ഒരു വികസിത രാഷ്ട്രമാക്കണം 2047 ഒരു വികസിത ഭാരതത്തെ സൃഷ്ടിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് പാശ്ചാത്യ രാജ്യങ്ങളെ പോലും അതിജീവിക്കുന്ന, അതിനേക്ക് അതിജയിക്കുന്ന ഒരു വികസിത രാഷ്ട്രം നമ്മൾ നിർമ്മിക്കുന്നു എന്നുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി, വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ മുന്നേറുന്നത്. ചടങ്ങിൽ NDA സ്ഥാനാർത്ഥി ശങ്കുട്ടി ദാസ്, BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ, സോണൽ വൈസ് പ്രസിഡന്റ് KV ജയൻ, അഡ്വക്കേറ്റ് അനിൽരാജ്, K. പ്രസാദ്, N. മണികണ്ഠൻ, സുമ ബാബു, MP സതീഷ് കുമാർ, മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPM BJPയുടെ B ടീമാണെന്നും BJPയെയും CPMനെയും നിയന്ത്രിക്കുന്നത് മൂലധന ശക്തികളാണെന്നും AICC വക്താവ് സുപ്രിയ ഷീനട്ടെ. 10 വർഷമായി സംസ്ഥാനത്ത് നടന്നത് വികസന മുരടിപ്പാണെന്നും സുപ്രിയ പറഞ്ഞു. പാലക്കാട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് നടന്നത് വികസന മുരടിപ്പാണ്. രാജ്യതാൽപര്യത്തിന് വിരുദ്ധമായാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിച്ചത്. വികസന രാഷ്ട്രീയം ചർച്ച ചെയ്തിരിക്കണമെന്നും ഇരുകൂട്ടരുടെയും താൽപര്യം ഇതിന്റെ ഭാഗമാണ്. യാഥാർത്ഥ്യങ്ങൾ ചർച്ചയാവാതിരിക്കാൻ ഓരോ ദിനവും വിഷയങ്ങൾ വഴിമാറ്റുകയാണ്. എന്നാൽ ജനം ശരിയേതെന്ന് തിരിച്ചറിയുന്നവരും തെരഞ്ഞെടുക്കുന്നവരുമാണ്. NDA സ്ഥാനാർത്ഥിയായി വനിത മത്സരിക്കുന്ന മണ്ഡലത്തിൽ വനിതകളെ ഉപയോഗിച്ച് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞത് അപമാനകരമാണ്. രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട തെരഞ്ഞെടുപ്പിൽ ചർച്ച വ്യക്തി കേന്ദ്രീകൃതമാക്കാനാണ് NDA CPM ശ്രമം. ഈ ഗണിയിൽ UDF ഫീൽഡിൽ നിന്നും സുപ്രിയ പാലക്കാട്ട് പറഞ്ഞു. We are very confident of doing very well in Kerala. It has been a very high voltage campaign for us. The 10 years of the LDF rule have resulted in some serious gaps and misgovernance, and we believe that the UDF can usher in new hope and renewal in Kerala, and which is why if you see our guarantees, which is why if you see our focus, it is entirely on the people of Kerala. If you actually see what we are trying to do for the old here, or what we are trying to do for the women, we are essentially focusing on development for women, like our guarantee card says, money in their accounts and a 50,000 loan for businesses. We are also talking about the old year. But as far as Kerala is concerned, Kerala is seeing B party of the BJP, LDF takes center stage. The kind of lapses that one has seen in this government have been very, very glaring. And I think Kerala, given how incredible the state is, given how educated the state is, wants to change. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. സ്റ്റേഷനിൽ എത്തിയ ട്രെയിനിൽ നിന്നും ട്രോളി ബാഗിൽ സൂക്ഷിച്ച 10 കിലോ 900 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസ് ഡാൻസഫ് സംഘവും RPFലെ CIB ടീമും സംയുക്തമായാണ് കഞ്ചാവ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയും കഞ്ചാവ് പിടികൂടിയിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെ 4ാം പ്ലാറ്റ്ഫോമിലെത്തിയ ചെന്നൈ എഗ്മോർ മംഗലാപുരം എക്സ്പ്രസിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ട്രോളി ബാഗിൽ 5 പൊതികളിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്.
ഇലക്ഷൻ വിഷു പ്രമാണിച്ച് നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് സംഘം കഞ്ചാവ് പിടികൂടിയത്. ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ ഡാൻസ് ഓഫ് സംഘവും RPFന്റെ CIB സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ 10 കിലോ 900 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും പിടികൂടാനായില്ല. പ്രതിയെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായി ഷൊർണൂർ റെയിൽവേ പോലീസ് SI അനിൽ മാത്യു STVയോട് പറഞ്ഞു. ഷൊർണൂർ റെയിൽവേ പോലീസിൻ്റെ ഡാൻസ് ഓഫ് ടീമും RPFന്റെ CIB ടീമും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു 10 കിലോ 900 ഗ്രാമോളം കഞ്ചാവ് ഇന്ന് ദിവസം കണ്ടെടുക്കാൻ പറ്റി. ഇതിൻ്റെ പ്രതികളെ നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പ്രതികൾക്കുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതലായിട്ട്. ഷൊർണൂർ റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സംഘത്തിലെ SI അനിൽ മാത്യു, ASIമാരായ അനിൽകുമാർ, മണികണ്ഠൻ, CPO മഗ്നീഷ്, അബ്ദുൽ കലാം, RPFലെ CIB സംഘത്തിലെ ASI KM ഷിജു, SI ബാലസുബ്രഹ്മണ്യൻ, ASI വിശ്വനാഥൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നു. അന്ന് 9 കിലോയോളം കഞ്ചാവാണ് പിടികൂടിയത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും രേഖകൾ ഇല്ലാത്ത 9 ലക്ഷം രൂപ പിടികൂടി. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡാണ് പണം പിടികൂടിയത്. 2 പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. തങ്ങൾ മൊത്ത വ്യാപാരികൾ ആണെന്നും ബാങ്കിൽ അടക്കാൻ കൊണ്ടുപോയ പണമാണ് പിടികൂടിയതെന്നുമാണ് പണ ഉടമകളുടെ മൊഴി. രേഖകൾ ഹാജരാക്കാൻ തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് ആവശ്യപ്പെട്ടു. ഷൊർണൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ ഷൊർണൂർ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന LDF, UDF, NDA മത്സരാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംവാദം സംഘടിപ്പിച്ചു. ചെറുതുരുത്തി റിവർ സ്ട്രീറ്റിൽ സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അടുത്ത 5 വർഷം കൊണ്ട് നടപ്പാക്കേണ്ട വികസന പദ്ധതികൾ സ്ഥാനാർത്ഥികൾക്ക് മുൻപാകെ അവതരിപ്പിച്ചു. UDF സ്ഥാനാർത്ഥി P ഹരിഗോവിന്ദൻ, NDA സ്ഥാനാർത്ഥി ശങ്കു ടി ദാസ്, P മമ്മിക്കുട്ടിക്ക് വേണ്ടി വാണിയംകുളം CPM ലോക്കർ സെക്രട്ടറി സുധീർ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ഹരീന്ദ്രനാഥൻ, കൃഷ്ണകുമാർ എന്നിവർ മുഖാമുഖത്തിൽ മോഡറേറ്റർമാരായി. സന്ധ്യ മന്നത്ത്, രാമു ചാത്തനാഥ് എന്നിവർ നേതൃത്വം നൽകി. LDF കാൻഡിഡേറ്റായ ശ്രീ മമ്മിക്കുട്ടിക്കാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം കഴിഞ്ഞ 5 വർഷം നമ്മുടെ ഷൊർണൂറിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ നന്നായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹം നമ്മൾ ഈ മീറ്റിങ്ങിൽ, ഈ മുഖാമുഖം പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് വളരെ സന്തോഷത്തോടെ തന്നെ ആ ക്ഷണം സ്വീകരിച്ചതാണ്. അദ്ദേഹം സമയത്ത് അല്പം ലേറ്റാണെങ്കിൽ കൂടി എത്തിച്ചേരാമെന്ന് നമ്മളോട് സമ്മതിച്ചതുമാണ്. ഉണ്ണികൃഷ്ണൻ മുണ്ടനാട് സ്വാഗതവും സെക്രട്ടറി ജീഷ് പ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 3 ഇറ്റലി പൗരന്മാർ കല്യാണ സൗഗന്ധികം കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചു. ചെറുതുരുത്തി കലാതരംഗിണി സ്കൂളിലായിരുന്നു അരങ്ങേറ്റം. 3 വർഷത്തെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് വിദേശ പൗരന്മാരുടെ സ്വപ്നം പൂവണിഞ്ഞത്. ഇറ്റലിയിലെ പേരുകേട്ട 3 നടന്മാരായ റൂബൻ മാൻഡെ ഭീമനും, ഹനുമാനായി അലസൻ റോറിഗോലിയും, പാഞ്ചാലിയായി സീമോ നോറിസും അരങ്ങടക്കി വാണു. കലാതരംഗിണി സ്കൂളിലെ അധ്യാപകനായ കലാതരംഗിണി സ്കൂളിന്റെ ഡയറക്ടറുമായ ജോൺ 3 വർഷമായി ഇവരെ കഥകളി അഭ്യസിക്കാൻ പഠിപ്പിക്കുന്നു. കേരള സംഗീത നാടക അക്കാദമി അംഗം അപ്പുകുട്ടൻ സ്വരലയ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. And I was also surprised to see the Ashtagala show. The Hanuman, I don't know exactly, I can't pronounce the name of the artist, but that's the Hanuman, who has done the Hanuman. He has beautifully presented Ashtagala show. It was very nice. In Kerala, artists are they have a challenge to do Ashtagala show. ഇറ്റലി സ്വദേശിയായ കാറ്റനറി സ്കോട്ടി കഥകളിയുടെ അവതരണം നടത്തി. ഇറ്റലി പൗരന്മാരുടെ കഥകളിയാട്ടം വേറിട്ടൊരനുഭവമായി. നിറഞ്ഞ സദസ്സിലെ ഓരോ പ്രേക്ഷകനും നിറഞ്ഞ പിന്തുണയാണ് ഇവർക്ക് നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ലക്കിടി തെക്കുമംഗലം കൊരട്ടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. ഏപ്രിൽ 7-നാണ് സമാപനം. KK പാട്ടി ജയരാമൻ മാസ്റ്ററാണ് യജ്ഞാചാര്യൻ. എനിക്കൊരു നാണോലി അമ്മേ,
വിവാഹം കഴിക്കാൻ അഭ്യർത്ഥിക്കാൻ എന്നാണ് പറയുന്നത്. അങ്ങനെ ഗുണങ്ങളൊക്കെ കേട്ടിട്ട് തന്നെ ഞാൻ അങ്ങനെ അഭ്യർത്ഥിച്ച ഇങ്ങനെ കത്ത് അയച്ചിട്ട് ഭഗവാനോട് പറയാണ്, ഞാൻ അങ്ങനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ കുറുക്കനെ സിംഹത്തിന് കിട്ടുന്നത് കുറുക്കന് കിട്ടണപ്പോൾ കൊടുക്കണ പോലെ ശിശുപാലന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങ് വന്ന് എന്നെ തട്ടിക്കൊണ്ടുപോകണം എന്ന് എഴുതിയെന്ന് പറയും. പ്രമീള എസ് നായർ, ഉഷാമോഹനൻ മംഗലം എന്നിവർ പൗരാണികരാണ്. പ്രശാന്ത് കുളപ്പുള്ളിയാണ് പൂജ. ഞായറാഴ്ച വൈകിട്ടായിരുന്നു രുക്മിണി സ്വയംവര ഘോഷയാത്ര. 4:30 ചേർങ്ങോട്ട് കാവിൽ നിന്നായിരുന്നു താലവുമേന്തി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രുക്മിണി ഘോഷയാത്ര കൊരട്ടി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടത്. 100 കണക്കിന് ഭക്തർ ഘോഷയാത്രയിൽ അണിനിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് സർവൈശ്വര്യ പൂജയും ഉണ്ടായിരുന്നു. ഏപ്രിൽ 7 സമാപന ദിവസമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞ സമർപ്പണത്തോടെ സമാപനമാകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് തുടക്കമായി. ഏപ്രിൽ 12 വരെയാണ് ആഘോഷ പരിപാടികൾ. ആഘോഷ പരിപാടികളുടെ കൊടിയേറ്റ കർമ്മം അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി നിർവഹിച്ചു. ദീപാരാധനയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ ചടങ്ങിലായിരുന്നു ഉത്സവങ്ങൾക്ക് കൊടിയേറിയത്. ഹരേ രാമ ഹരേ രാമ. രാത്രി തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവ അരങ്ങേറി. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ എന്നിവയുണ്ടായി. ചൊവ്വാഴ്ച വൈകിട്ട് 6 ഭക്തി പ്രഭാഷണം, 8:30 കഥകളി എന്നിവ നടക്കും. ബുധനാഴ്ച വൈകിട്ട് തിരുവാതിരക്കളി, വ്യാഴാഴ്ച രാവിലെ 10 യോഗീശ്വര പൂജ, വൈകിട്ട് നാദാലയം സമർപ്പിക്കുന്ന തിരുവാതിരക്കളി, വെള്ളിയാഴ്ച വൈകിട്ട് തിരുവാതിരക്കളി, ഭജനാമൃതം, ശനിയാഴ്ച വൈകിട്ട് പള്ളിവേട്ട, ഞായറാഴ്ച രാവിലെ 7:30 ആറാട്ട്. തുടർന്ന് നടക്കുന്ന ആറാട്ട് സദ്യയോടെ ഉത്സവങ്ങൾക്ക് സമാപനമാകും. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെയും നമസ്കാര മണ്ഡപത്തിന്റെയും പുനരുദ്ധാരണ പ്രവൃത്തികൾ തുടങ്ങി കഴിഞ്ഞതായും ഏകദേശം 75 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായും വിദേശത്തും സ്വദേശത്തുമുള്ള ഭക്തരുടെ സഹായ സഹകരണം ഉണ്ടാകണമെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അവരുടെ മുഖ്യ ധാർമ്മികത്വത്തിലാണ് ഉത്സവ ആഘോഷം നടക്കുന്നത്. ഇന്നു മുതൽ നാളെ രാവിലെ മുതൽ ഗണപതി ഹോമം, അത് കഴിഞ്ഞാൽ സഹസ്രനാമ പാരായണം, ഉച്ചപൂജ, പിന്നെ വൈകിട്ട് സ്പെഷ്യൽ ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികളുമുണ്ട്. അതുകൂടാതെ എല്ലാ ദിവസവും അന്നദാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇടതുപക്ഷ സർക്കാർ കർഷകരെ വഞ്ചിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നതെന്നും കാർഷിക മേഖലയെ തകർത്തെന്നും VM സുധീരൻ. വർഷം തോറും നടക്കുന്ന നെല്ല് സംഭരണത്തിന് ന്യായവില കൊടുക്കാൻ ഒരു സ്ഥിര സംവിധാനം ആവിഷ്കരിക്കാത്ത ഭരണകൂടം കർഷകരെ വഞ്ചിക്കുകയാണെന്നും മുൻ KPCC അധ്യക്ഷൻ. PSAയെ നോക്കുകുത്തികളാക്കി പിൻവാതിൽ നിയമനം നടത്തുന്നതാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ മുഖമുദ്രയെന്നും VM സുധീരൻ. വീണ്ടും വിവാദ പരാമർശമായി B ഗോപാലകൃഷ്ണൻ. ടിപ്പു സുൽത്താനെ നാടിന് ആവശ്യമില്ലെന്നും നിരവധി ഹിന്ദുക്കളെ കൊല്ലുകയും ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും ചെയ്ത ആളാണ് ടിപ്പു സുൽത്താനെന്നും ഗോപാലകൃഷ്ണൻ. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ മുൻനിർത്തി വലിയ വികസന പദ്ധതികളുമായി ഷൊർണൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസിന്റെ പ്രകടന പത്രിക. 111 മേഖലകളിൽ 50-ൽ-അധികം പദ്ധതികൾ പ്രകടന പത്രികയിൽ. CPM BJPയുടെ B ടീമാണെന്നും BJPയെയും CPMനെയും നിയന്ത്രിക്കുന്നത് മൂലധന ശക്തികളാണെന്നും AICC വക്താവ് സുപ്രിയ ഷീനട്ടെ. 10 വർഷമായി സംസ്ഥാനത്ത് നടക്കുന്നത് വികസന മുരടിപ്പാണെന്നും സുപ്രിയ. തൃശൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ നിന്നും രേഖകൾ ഇല്ലാത്ത 9 ലക്ഷം രൂപ പിടികൂടി. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡാണ് പണം പിടിച്ചെടുത്തത്. ബാങ്കിൽ അടക്കാനുള്ള തുകയാണെന്ന് വ്യാപാരികൾ. രേഖകൾ ഹാജരാക്കണമെന്ന് ഫ്ലൈയിംഗ് സ്ക്വാഡ്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും കഞ്ചാവ് വേട്ട. സ്റ്റേഷനിൽ എത്തിയ ട്രെയിനിൽ നിന്നും 10 കിലോ 900 ഗ്രാം കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് പിടികൂടിയത് ഷൊർണൂർ റെയിൽവേ പോലീസ് ഡാൻസ് ഓഫ് സംഘവും RPFലെ CIB ടീമിന്റെ സംയുക്ത പരിശോധനയിലാണ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.